Next question, prove that any group G is abelian if and only if AB the whole square is equal to A square B square for every AB in G. Okay, so prove that G is abelian if and only if condition. That means if P, if and only if Q means we have to prove that, assume that P is true, then prove that Q is true. Similarly, conversely, assume that Q is true, prove that P is true. Okay, so first of all, assume that G is abelian. Let G is abelian. To prove that, എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എ ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ. ദിസ് ഈസ് വാട്ട് വി ഹാവ് ടു പ്രൂവ്. വാട്ട് ഈസ് വെൻ ബൈ അബീലിയൻ? ഇഫ് ജി ഈസ് അബീലിയൻ, എ ബി ഈസ് ഈക്വൽ ടു ബി എ. ഓക്കെ, അബീലിയൻ എന്ന് വെച്ചാൽ കമ്മ്യൂട്ടേറ്റിവിറ്റി. എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ. സ്റ്റാർ പ്രോഡക്റ്റ് ആകുമ്പം എ ബി ഈസ് ഈക്വൽ ടു ബി എ. ഓക്കെ, so this is commutative property or abelian. Commutative is otherwise known as abelian. Okay, അപ്പം G is abelian. It is given that G is abelian, so we can write AB is equal to BA. എന്താ പ്രൂവ് ചെയ്യേണ്ട? AB the whole square. AB the whole square means AB into AB അല്ലേ? Okay, A comma B belong to, okay, so since G is a group, associativity അവിടെ ഉണ്ട്. So AB into AB into AB എങ്ങനെ എഴുതാം? A B A into B എന്ന് എഴുതാമല്ലോ, ബിക്കോസ് ഗ്രൂപ്പ് ആകുമ്പോൾ അസോസിയേറ്റിവിറ്റി ബൈ അസോസിയേറ്റിവിറ്റി. A into what is BA? അബീലിയൻ ആണ്. എ ബിയും ബി എയും സെയിം ആണ്. അപ്പോൾ ഇതിൻ്റെ പ്ലേസ് നമുക്ക് എ ബി എന്ന് എഴുതാം, സിൻസ് എ ബി ഈസ് ഈക്വൽ ടു ബി എ. Okay, so what is it? Again associativity, a b b എന്ന് എഴുതാലോ. That is a square into b square. Proof ആയില്ലേ? So that part is over. Conversely, തിരിച്ച് conversely let a be the whole square is equal to a square b square. We have to prove that G is abelian. To prove that G is abelian. Abelian ആണെങ്കിൽ that is to prove that AB is equal to BA എന്ന് പ്രൂവ് ചെയ്യണം. Okay, what is given? AB the whole square is equal to A square B square. A സ്ക്വയറിൻ്റെ എ സ്ക്വയറിൻ്റെ മീനിങ് എന്താ? എ എ, ബി സ്ക്വയർ ബി ബി. എ ബി സ്ക്വയർ എന്താ? എ ബി ഇൻറ്റു എ ബി അല്ലേ? ദാറ്റ് ഇംപ്ലൈസ് എ ഇൻറ്റു, അഗെയിൻ നമുക്ക് നേരത്തെ ചെയ്യുന്നതിൻ്റെ റിവേഴ്സ് തന്നെയാണ്, ഇസ് ഈക്വൽ ടു എ ബി ഇൻറ്റു ബി എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നോക്കിയേ, ദിസ് ക്യാൻസലേഷൻ ലോ, എയിനെ ലെഫ്റ്റ് ക്യാൻസലേഷൻ വെച്ച് ചെയ്യാം, ബീനെ റൈറ്റ് ക്യാൻസലേഷൻ വെച്ചിട്ട് എന്ത് എഴുതാം? ബി എ ഇസ് ഈക്വൽ ടു എ ബി by cancellation law. അപ്പം എന്താ? that means G is abelian. ഓക്കെ, അപ്പം അത് പ്രൂഫാണ്. അപ്പം അതായിരുന്നു ആദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if G is a group, prove that A inverse the whole inverse is equal to A and AB the whole inverse is equal to B inverse A inverse. AB belong to G. അപ്പോൾ ആദ്യത്തേത് നമുക്ക് പ്രൂവ് ചെയ്യണം. A inverse the whole inverse is equal to A എന്ന് വെച്ചാൽ എന്താ മീനിങ്? A inverse അല്ലേ, ഇൻവേഴ്സ് ഓഫ് A inverse ഈസ് A എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ടു പ്രൂവ് ദാറ്റ് ഇൻവേഴ്സ് ഓഫ് A inverse is A. അപ്പോൾ A ഇൻവേഴ്സിന് എങ്ങനെ എഴുതാം? A ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു A നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ജി ഒരു ഗ്രൂപ്പ് അല്ലേ, ലെറ്റ് ഇ ബി ദ ഐഡൻറ്റിറ്റി, ഈസ് ദ ഐഡൻറ്റിറ്റി. അവിടെ എന്തായാലും ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും. സോ ലെറ്റ് ഇ ബി ദ ഐഡൻറ്റിറ്റി. ഐഡൻറ്റിറ്റി എങ്ങനെയാണ്? ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി എന്താ? എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഇ ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്നല്ലേ? ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഇടും, ഇവിടെ ആ സ്റ്റാറിന് വരും പ്രോഡക്റ്റ് ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഇ. ഇതിൻ്റെ മീനിങ് എന്താ? A is the inverse of A inverse അല്ലേ?
അതുപോലെ എ ഇൻവേഴ്സ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ അല്ലേ? എന്നുവെച്ചാൽ എയിൻ്റെ ഇൻവേഴ്സ് എ ഇൻവേഴ്സും എ ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് എയും എന്നല്ലേ എൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ, അത്രേ ഉള്ളൂ. ഓക്കെ, സെക്കൻഡ് വൺ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ബി ഹോൾ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് എന്ന് വെച്ചാൽ ഇതിൻ്റെ എ ബിൻ്റെ ഇൻവേഴ്സ് ആണ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. അപ്പം സപ്പോസ് ഇതാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ എ ഇൻവേഴ്സ് ഈസ് ദ ഇൻവേഴ്സ് ആണെങ്കിൽ പ്രോഡക്റ്റ് നമുക്ക് ഐഡൻറ്റിറ്റി കിട്ടുമെന്ന് പ്രൂവ് ചെയ്താൽ പോരെ. അപ്പം ഇവിടെ ആരൊക്കെയാണ്? എ ബിയും ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സും. ഓക്കെ, എ ബിൻ്റെ ഇൻവേഴ്സ് ആണ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഇൻവേഴ്സ് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു എ ബി ദ ഹോൾ ഇൻവേഴ്സ്. ഇതാണ് നമുക്ക് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ന് കിട്ടേണ്ടത്. സോ എ ബിയും അതിൻ്റെ ഇൻവേഴ്സും കൂടി ഇൻറ്റു ചെയ്താൽ നമുക്ക് കിട്ടുമോ നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ബി ഇൻവേഴ്സ് എ എന്ന് എഴുതാമല്ലോ ബൈ അസോസിയേറ്റിവിറ്റി. ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എ ബിയും ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് ആണ്. സിൻസ് ദേ ബിലോങ് ടു ദ ഗ്രൂപ്പ്, എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും, ബി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും, ജിയിലുണ്ടാവും. ആൻഡ് ഐഡൻറ്റിറ്റിയും ജിയിലുണ്ടാവും. സോ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് ഐഡൻറ്റിറ്റി എ ഇൻവേഴ്സ് അല്ലേ ഇവിടെ? എ ഇൻവേഴ്സ്. സോ ദാറ്റ് മീൻസ് എ ഇൻറ്റു ഐഡൻറ്റിറ്റി എന്താ? എ ഇൻവേഴ്സ്. അതും ഐഡൻറ്റിറ്റി തന്നെ അല്ലേ? അപ്പോൾ എന്ത് കിട്ടി? ദാറ്റ് മീൻസ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ ബി. എന്നുവെച്ചാൽ ഒരു നമ്പറും അതിൻ്റെ ഇൻവേഴ്സും കൂടി ഇൻറ്റു ചെയ്യുമ്പോഴാണ് ഐഡൻറ്റിറ്റി വരുന്നത്. അപ്പം ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എ ബിയുടെ ഐഡൻറ്റിറ്റിയാണ്. ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ബി ദ ഹോൾ ഇൻവേഴ്സ്. ഓക്കെ, ഹെൻസ് ദ പ്രൂഫ്. അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഈ തിയറം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രൂവ് ദാറ്റ് ഇഫ് എച്ച് ആൻഡ് കെ ആർ സബ് ഗ്രൂപ്പ്സ് ഓഫ് എ ഗ്രൂപ്പ് ജി, ദെൻ എച്ച് ഇൻ്റർസെക്ഷൻ കെ ഈസ് ഓൾസോ എ സബ് ഗ്രൂപ്പ്. സോ ജി ഈസ് എ ഗ്രൂപ്പ്, എച്ചും കെയും സബ് ഗ്രൂപ്പ്സ് ഓഫ് ജി ആണ്, സബ് ഗ്രൂപ്പാണ്. സബ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഗ്രൂപ്പിൻ്റെ എല്ലാ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. വി ഹാവ് ടു പ്രൂവ് ഇൻ്റർസെക്ഷൻ കെ സബ് ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. എച്ചും കെയും സബ് ഗ്രൂപ്പ് അല്ലേ? അപ്പം ഗ്രൂപ്പിൻ്റെ എല്ലാ പ്രോപ്പർട്ടി അവിടെ ഉണ്ടാവും അല്ലേ? സോ ഐഡൻറ്റിറ്റി ഇ ബിലോങ് ടു എച്ച് ആയിരിക്കും, ബിക്കോസ് എച്ച് ഇസ് എ സബ് ഗ്രൂപ്പ്. ആൻഡ് ഇ ബിലോങ് ടു കെയും ആയിരിക്കും, സിൻസ് കെ ഇസ് ദ സബ് ഗ്രൂപ്പ്. അപ്പം ഇതിൻ്റെ മീനിങ് എന്താ? ഈ എച്ചിലും ഉണ്ട് ഈ കെയിലും ഉണ്ടെങ്കിൽ ഇ ബിലോങ് ടു എച്ച് ആൻഡ് ഇ ബിലോങ് ടു കെ. മീൻസ് ഇ ബിലോങ് ടു ദ കോമൺ സെക്ഷൻ അല്ലേ? എച്ച് ഇൻ്റർസെക്ഷൻ കെയിലുണ്ടാവും. അപ്പം എച്ച് ഇൻ്റർസെക്ഷൻ കെയിൽ ആരുണ്ട്? ഐഡൻറ്റിറ്റി ആയി. എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി കിട്ടി. നെക്സ്റ്റ് വൺ ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ടെന്നല്ലേ? ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം വേണമല്ലോ. ലെറ്റ് ബിലോങ് ടു എച്ച്. അതുപോലെ എ ബിലോങ് ടു കെയും എ ബിലോങ് ടു എച്ചുമാണെങ്കിൽ, അല്ല സോറി, എ ബിലോങ് ടു കെയും ബി അല്ലേ എഴുതണ്ടേ? ബി ബിലോങ് ടു കെയും ആണെങ്കിൽ എ ബി ബിലോങ് ടു കെ ആയി. ഓക്കെ, അപ്പം ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് എന്ത് പറയാം? എ ബിലോങ് ടു എച്ചും ബിലോങ് ടു എച്ച് ബിലോങ് ടു എച്ച്. അപ്പോൾ എച്ച് സബ് ഗ്രൂപ്പ് ആകുമ്പോൾ എ ഇൻവേഴ്സ് എച്ചിലുണ്ടാവും.
എ കെയിലുണ്ടെങ്കിലോ എ ഇൻവേഴ്സ് കെയിലും ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് എന്താ പറയാം, എ ഇൻവേഴ്സ് ബിലോങ് ടു എച്ച് ഇൻ്റർസെക്ഷൻ കെ. അപ്പോൾ ഇൻവേഴ്സ് ആയില്ലേ. സോ ഇൻവേഴ്സ് ഓൾസോ എക്സിസ്റ്റ്. therefore എന്ത് പറയാം, എച്ച് ഇൻ്റർസെക്ഷൻ കെ ഈസ് എ സബ് ഗ്രൂപ്പ്.